വീണ വിജയന്റെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് കേസെടുത്തു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇഡി എന്തു നടപടിയെടുക്കുമെന്നതാണ് നിർണായകം. നേരത്തെ SFIO അന്വേഷണത്തിനെതിരെ വീണ വിജയൻ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തിവരികയാണ്. SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇഡി കേസെടുക്കുന്നത്. ഇതോടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഇഡി അറസ്റ്റിലേക്ക് കടക്കാനും സാധ്യതകൾ ഉണ്ട്. SFIO അന്വേഷണം നേരിടുന്നവരെല്ലാം ഇഡിയുടെ കേസിന്റെ പരിധിയിൽ വരുന്നതാണ്. വീണ വിജയന്റെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയവരും അന്വേഷണത്തിൽ ഉൾപ്പെടുന്നതാണ്. വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്യുമോ എന്നതും നിർണായകമാണ്. പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിലേക്കും ഇഡി എത്തും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെയും ഈ കേസ് ബാധിക്കുന്നതാണ്. വീണ വിജയൻ ഉൾപ്പെടുന്ന മാസപ്പടി കേസിൽ ആദായനികുതി വകുപ്പിന്റെയും അന്വേഷണം വരുന്നതാണ്. പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുകയാണ് ഇഡി. കൊച്ചി യൂണിറ്റിൽ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് ആദായനികുതി വകുപ്പും ഇടപെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായനികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. തനിക്കെതിരായ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ SFIO കടുത്ത നിലപാടിലേക്ക് കടന്നിരുന്നു. ഇതിനിടയിലാണ് ഇഡിക്കും റിപ്പോർട്ട് നൽകിയത്. നേരത്തെ SFIO വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് CMRLലും KSIDCയിലും നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ CPMനും വീണ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. വീണ വിജയനെ ചോദ്യം ചെയ്തേക്കുമെന്ന് സൂചനയും വന്നു. അതേസമയം കേസിൽ കേരളത്തിലെയും കർണാടകത്തിലെയും ഹൈക്കോടതികളിൽ നിന്നും തുടർച്ചയായി തിരിച്ചടി നേരിട്ടതോടെ CPM പ്രതിസന്ധിയിലുമായിരിക്കുകയാണ്.